അർജന്റീനയുടെ കളി കഴിഞ്ഞപ്പം AI-യുടെ യുദ്ധമായിരുന്നു. AI വെച്ച് കോച്ചിനെ അടിക്കുന്നു, കോച്ചിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു. നമ്മുടെ ജോലി കളയോ, ജോലി സാധ്യതകൾ ഒഴിവാക്കുമോ, ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെയുള്ള വലിയ ഡിസ്കഷൻ ഉണ്ട്. എൻ്റെ അഭിപ്രായം ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. കാരണം അൺലെസ് യു സ്റ്റാർട്ട് യൂസിങ് AI ഫോർ യുവർ പ്രൊഫഷൻ. ഫസ്റ്റ് അഡ്വൈസ് for a person, those who are going to start and start? Talk to potential customers. You first go out to the market. ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ never take a decision to start coding. How we can use this AI in our നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സുകളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം? എന്തായിരിക്കും താങ്കളുടെ ഒരു 10-20 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക. ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡു യു തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം ഫോർ യു? നിങ്ങൾക്കത് പ്രോബ്ലം ആണോ? ഞാനിത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് പൈസ കൊടുത്ത് വാങ്ങുമെങ്കിൽ നിങ്ങൾ എത്ര പൈസ തരും എന്നൊക്കെയുള്ള രീതിയിലൊരു കോൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. AI ഇങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അതോ AI വെച്ച് ബിസിനസ് ഓണേഴ്സിനുള്ള ബെനിഫിറ്റ്സുകൾ ആ ഒരു റേഞ്ചിലേക്ക് ദർ ഇസ് സംതിങ് കോൾഡ് AI അഡോപ്ഷൻ. ഏകദേശം എല്ലാ ആൾക്കാരും AI യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിവൈസ് ഏത് കോൺവെർസ്, മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണെങ്കിൽ കുഴപ്പമില്ല, ആ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി അതിൽ ആക്ഷൻ ഐറ്റംസ് നോട്ട് ചെയ്യും. എന്നിട്ട് എനിക്ക് റിമൈൻഡർ ആയിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഏയുടെ സാധ്യത എന്താണ്, എവിടേക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ലിങ്ക്ഡിൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസ്പെക്ട്സിനെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവാം. എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ് എനിക്ക് കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ്. ഏത് രീതിയിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യണം, ഇഫ് യു ഹാവ് എ പാഷൻ, ദർ ഇസ് എ വേ ടു റീച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു മിനിമം ആൻസർ. ഹായ് ഒരുവൻ, മിലനിയർ കേരളയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു IT പുലിയാണ്. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് തൊട്ട് മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പം എനിക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ വർക്കൗട്ട് ആവാൻ പറ്റി. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം നേരം കളയണ്ട, നമുക്ക് പരിചയപ്പെടാം. നിസാം സാർ, ഇദ്ദേഹം ടൂലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. സോ വെൽക്കം സാർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഒറ്റ ബ്ലാങ്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തുടങ്ങാം. ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പൂട്ടുന്ന രാജ്യം. ഇത് തള്ളിയതാണോ അതോ ശരിയാണോ? അല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അത് തന്നെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ സ്റ്റാർട്ടപ്സ് പുള്ളിയാറാണ് സാധാരണ. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നൊരു 3 വർഷത്തിലൊരു കമ്പനി പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബട്ട് നമ്മൾ ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോഴേ, നമ്മളിപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ MBA കോളേജുകൾ ഇവിടെയൊക്കെ പോകുമ്പം ഏറ്റവും കൂടുതൽ കുട്ടികളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് 3 ഓപ്ഷനാണ് വരുമാനം ഉണ്ടാക്കാൻ. ജോലിക്ക് പോകാം, ബിസിനസ് തുടങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആവാം. അപ്പോൾ ഇതിൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നത്, ഇവർക്കൊക്കെ ആഗ്രഹം, ഇവരുടെ തലയിലൊക്കെ ഭയങ്കര ആശയങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഇത് വർക്കൗട്ട് ആവുമോ ഈശ്വര എന്നിങ്ങനെ തോന്നാറുണ്ട്. ആസ് എൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു സബ്ജക്റ്റിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ? ഇതിന് 2 വേർഷനാണ്. ഒന്നാമത്തെ വേർഷൻ സാധാരണ ഞാൻ പറയാറുള്ളത്, ഒരു ഇനീഷ്യലി നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ ഒരു 20 വയസ്സ് 22 വയസ്സിലേക്ക് ആയിരിക്കും കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. 21 വയസ്സ് 22 വയസ്സ് അപ് ടു 25-26 ഒരു സേഫ് പീരീഡാണ്, റിസ്ക് എടുക്കാൻ പറ്റുന്നൊരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 25 വയസ്സാകുമ്പോഴത്തേക്ക് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നേരെ ഒരു ജോലി വാങ്ങി പോകാൻ പറ്റും. ഇതൊരു ഒന്നാമത്തെ വേർഷൻ. പക്ഷേ രണ്ടാമത്തെ വേർഷൻ, നിങ്ങൾ എടുക്കുന്ന ജോലിയിൽ എന്താണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു ഐഡിയേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ, സർവീസായിട്ട് ലോഞ്ച് ചെയ്യുകയാണെങ്കിലോ, അതിലൊരു എക്സ്പേർട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് കൂടുതലാവും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഞാനൊരു കൺസൾട്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. കൺസൾട്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെലോയിറ്റ്, ഒരു ബിഗ് ഫോഴ്സിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനീസിനൊപ്പം വർക്ക് ചെയ്യുക, ഒരു കൺസൾട്ടിങ് ജോബ് ചെയ്യുക. അതെങ്ങനെയാണ് പ്രോസസ്സ്, അവർ SOP എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, SOP മനസ്സിലാക്കുക. അതർവൈസ് പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ മിസ്റ്റേക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ഇസ് ഹ്യൂജ്. അത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവാം. സോ ദർ ആർ 2 വേഷൻസ് ടു ഇറ്റ്. അത് ഏതാണോ പ്രൊഡക്റ്റ് അതിനനുസരിച്ചിട്ട് മാറാം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ 90% ആളുകളും തോറ്റുപോകുന്നു സ്റ്റാർട്ടപ്സുകളിൽ എന്ന് പറയുമ്പം എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? ഡെഫിനറ്റ്ലി ക്ലാരിറ്റി ഓഫ് തോട്ട്. അത് മൾട്ടിപ്പിൾ സ്റ്റേജസിൽ ഈ ക്ലാരിറ്റി ആവശ്യമാണ്. ഒന്നാമത്, നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ലോഞ്ച് ചെയ്യുമ്പോൾ ഇതൊരു റിയൽ പ്രോബ്ലം ആണോ, മണി മേക്കിംഗ് പ്രോബ്ലം ആണോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. ഒന്ന്, ഞാൻ ഇമാജിൻ ചെയ്യും ഇതൊരു സൊല്യൂഷൻ ആണ്, എനിക്ക് വലിയൊരു ഐഡിയ ആയിട്ട് തോന്നും, മറ്റുള്ളവർക്ക് അതാവണമെന്നില്ല. രണ്ടാമത്തെ വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ. ചില ആൾക്കാർ അത് പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യും, പക്ഷേ ഇവഞ്ച്വലി അവർ സർവീസായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും എൻഡപ്പ് ഫെയിൽ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മൂന്നാമത്തത് ICP ഒരു വലിയൊരു ഒരു ടെർമിനോളജിയാണ്, ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈലിംഗ്. ഞാനത് ശരിക്കും ആൾക്ക് തന്നെയാണോ വെക്കുന്നത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എക്സാക്ട്ലി അത് കറക്റ്റ് ആണോ എന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ എന്നുള്ളത് ചെറിയൊരു എക്സസൈസ് അല്ല, ചിലപ്പോൾ സമയം എടുക്കുന്ന എക്സസൈസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ 3 വർഷം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം 2 വർഷം ലോഞ്ച് ചെയ്തതിന് മനസ്സിലാവും ഇത് ഇയാളല്ല ഈ കസ്റ്റമർ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, മാറണം, ഇച്ചിരി ട്വീക്ക് ചെയ്യണം. എന്നത് ഫിനാൻഷ്യൽ കസ്റ്റമറാണ്, ഹെൽത്ത് കെയർ കസ്റ്റമർ അല്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. ഈ ക്ലാരിറ്റി ഒരു പ്രോബ്ലമാണ്. നാലാമത്തെ പോയിന്റ് GTM, ഗോ ടു മാർക്കറ്റ്.
ഗോ ടു മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളതാണ് ഐ സി പി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വലിയ പണി GTM ആണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സാമ്പിൾ എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഡോക്ടേഴ്സാണ്. ഞാൻ ICP ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ ടാർഗറ്റ് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് കൂട്ടി പറയും. ഒന്നുകിൽ ഡെൻറ്റിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഡെൻറ്റിസ്റ്റ് എവിടെയാണെന്ന് നോക്കി അവരെ മാത്രം പിച്ച് ചെയ്താൽ മതിയാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവരെവിടെയാണോ ഏത് മേഖലയിലാണോ ഈ പേ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ്, ഡെൻറ്റിസ്റ്റ് എവിടെയാണോ, Tier 1 സിറ്റിയാണോ Tier 2 സിറ്റിയാണോ, ഒരു ഉൾപ്രദേശത്തിലൊരു ഡെൻറ്റിസ്റ്റ് എടുത്ത് പോയിട്ട് അവർക്ക് ഈ ശരിക്കും ആ പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു പേഷ്യൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു Tier 3 സിറ്റിയിലൊരു ഡെൻറ്റിസ്റ്റിന് എന്തായാലും അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ Tier 1 ഉണ്ടാവും, കാരണം അവർക്ക് വാക്കിൻസ് കൂടുതലാവും. അപ്പോൾ അവിടെ ഏത് രീതിയിലാണ് ഞാൻ ഗോ ടു മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഒബ്വിയസ്ലി ഇയാളൊരു ഡിസിഷൻ മേക്കർ ആണോ എന്നും കൂടി നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ മേ ബി ഇയാൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ സപ്പോസ് ടു ബൈ ദിസ് ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്നത് കൺസ്യൂമേഴ്സും കസ്റ്റമേഴ്സും വ്യത്യാസം വരാം. ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരാളാവും. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചോളൂ, അത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. പക്ഷേ ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പാരൻസ് ആയിരിക്കാം. B2C ആണെങ്കിൽ പാരൻസ് ആയിരിക്കാം. അത് അവിടെയാണ് നമ്മളെ 5th പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ. ഞാൻ എന്താണ്, എൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ അടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആ പ്രൊഡക്റ്റ് നമ്മൾ Toolyt ലോഞ്ച് ചെയ്തപ്പോൾ വി വർ ജസ്റ്റ് SFA, സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. കുറേ സമയം എടുത്തു. ഞങ്ങൾ പല വേർഡ്സ് യൂസ് ചെയ്തു, പല നോമൻക്ലേച്ചേഴ്സ് വെച്ചു, സബ് ടൈറ്റിൽസ് വെച്ചു, ടൈറ്റിൽസ് വെച്ചു. ഇവഞ്ച്വലി ഇറ്റ് ടുക്ക് അസ് സം ടൈം. കുറച്ച് സമയം എടുത്തിട്ട് പ്രൊഡക്ടിവിറ്റി സൊല്യൂഷൻ ആയപ്പോഴാണ് ഒന്നുകൂടെ ആൾക്കാർ വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ആർ യു ഡൂയിങ് ഫോർ സോൾവിങ് ദാറ്റ് എന്നുള്ള സാധനം തിരിച്ച് ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങിയത്. അല്ലാതെ നമ്മുടെ സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് അതർ സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ ടൂൾസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ അതൊന്ന് ട്വീക്ക് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ട്വീക്ക് ചെയ്ത് കറക്റ്റ് ആൾക്കാർ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ദാറ്റ് ബിക്കംസ് എ കോൺവെർസേഷൻ. അതിനുശേഷം ഒരു കോൺവെർസേഷനായിട്ട് മാറാൻ തുടങ്ങി. സോ ഇങ്ങനത്തെ കുറേ ക്ലാരിറ്റിയുടെ പ്രശ്നമാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റാർട്ടപ്സ് ആർ ഫെയിലിംഗ് ഇസ് വാട്ട് ഐ ബിലീവ്. സോ ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ നമുക്കിതിനെ ഒന്ന് നക്ഷലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് അഡ്വൈസ് ഫോർ എ പേഴ്സൺ ദോസ് ഹു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റാർട്ടപ്പ്? ടോക്ക് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. യു ഫസ്റ്റ് ഗോ ഔട്ട് ടു ദ മാർക്കറ്റ്. ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നെവർ ടേക്ക് എ ഡെസിഷൻ ടു സ്റ്റാർട്ട് കോഡിങ് ചെയ്യാൻ തുടങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ IT കമ്പനീനെ വിളിച്ചത് പ്രോട്ടോടൈപ്പ് വർക്കാനോ അല്ലെങ്കിൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ പാടില്ല. ഒരു 10-20 പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനോട് കൂടി സംസാരിക്കാം. ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡു യു തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം ഫോർ യു? നിങ്ങൾക്കത് പ്രോബ്ലം ആണോ? ഞാനിത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് പൈസയും കൊടുത്ത് വാങ്ങുമെങ്കിൽ നിങ്ങൾ എത്ര പൈസ തരും എന്നൊക്കെയുള്ള രീതിയിലൊരു കോൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു ലെറ്റ്സ് സേ നിങ്ങളുടെ ഇന്നൊരു പ്രോബ്ലം, നിങ്ങളെ അക്കൗണ്ട് റീകൺസിലേഷൻ, ഓരോ മാസം ഇരുന്ന് ഇങ്ങനെ അക്കൗണ്ടൻസ് ഇരുന്നിട്ട് അവരിങ്ങനെ അക്കൗണ്ടൊക്കെ റീകൺസിൽ ചെയ്യാണ്. ഞാനൊരു AI സൊല്യൂഷൻ ബിൽഡ് ചെയ്യാണ്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ SMS ഡാറ്റ എടുക്കും, നിങ്ങളെ ക്രെഡിറ്റ് കാർഡിന് ഡാറ്റ എടുക്കും, ബാങ്കിൽ നിന്ന് ഡാറ്റ എടുക്കും, ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാസാവസാനം നിങ്ങൾ എത്ര GST കൊടുക്കേണ്ടത്, ഇനി അതല്ല ഇതാണ് ഇത്ര മാസം വരുമാനം എക്സ്പെൻസ് പറഞ്ഞൊരു സാധനം തരുവാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു മാസം 1000 രൂപ തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ യെസ്. കാരണം ഐ എം ഓൾറെഡി സ്പെൻഡിങ് ഒരു 20,000, 30,000 ഒരു സാലറി കൊടുത്ത ഒരാളെ വെക്കുന്നതിന് പകരം ഐ ക്യാൻ ഹാവ് എ ജൂനിയർ ടു ജസ്റ്റ് റിവ്യൂ ഇട്ട്. ഒരു 10,000 ശമ്പളം വെച്ചിട്ട് ഒരാളെ റിവ്യൂ ചെയ്താൽ മാത്രം മതി. കാരണം റീകൺസിലേഷൻ നടന്നു, ഒരുപാട് സമയം സേവ് ചെയ്തു, പെട്ടെന്ന് ഫയലിംഗ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യുക, സംസാരിക്കുക, അവരോട് ചോദിക്കുക. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് മേ ബി നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ടില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ അവരെ നമ്മളെ സ്വീകരിക്കാനുള്ള സാധ്യത കുറവല്ലേ? ഓൾവേസ് സാധ്യത കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ദർ ഇസ് എ ടെർമിനോളജി കോൾഡ് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ്. സാധാരണ ഒരു B2B ടെർമിനോളജിയാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ്. ഇത് ചിലപ്പോൾ നമ്മളെ ഫാമിലി ആയിരിക്കാം, നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കാം, കോളേജ് മേറ്റ്സ് ആയിരിക്കാം, എക്സാക്ട്ലി ആ ഒരു സർക്കിളിലുള്ള ആളായിരിക്കാം. ഇവരെ വെച്ചിട്ടാണ് നമുക്ക് തന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മാർക്കറ്റിലേക്ക് പോകണമെന്ന് ആവശ്യമില്ല. ആൻഡ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ഹ്യൂജ് പൂൾ. ലിങ്ക്ഡിൻ പോലുള്ള വലിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആൾക്കാരൊക്കെ നമുക്ക് മെൻറ്ററിന് റീച്ച് ചെയ്യും. എൻ്റെ ഫസ്റ്റ് മെൻറ്റർ എനിക്ക് കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ്. എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റർ എനിക്ക് കിട്ടിയത് ലിങ്ക്ഡിൻ വഴിയാണ്. സോ ഏത് രീതിയിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യണം. ഇഫ് യു ഹാവ് എ പാഷൻ ദർ ഇസ് എ വേ ടു റീച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മിനിമം ആൻസർ. നേരത്തെ സംസാരിച്ചതിൽ AI എന്നുള്ളൊരു വാക്ക് കേട്ടു. ഇപ്പോൾ എവിടെ നോക്കിയാലും AI ആണ്. കറക്റ്റ്. AI എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റ് പോകാൻ പറ്റും. അതെ. പക്ഷേ സാഡ്ലി ഒരു മെജോറിറ്റി ഓഫ് ആളുകളും AI ഉപയോഗിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലേക്കായിട്ട് മാറുവാണ്. ഇപ്പോൾ ഒരു മ്യൂസിക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫണ്ണി വീഡിയോ ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഇതപ്പം നമ്മുടെ അർജൻറ്റീനയുടെ കളി കഴിഞ്ഞപ്പം AI യുദ്ധമായിരുന്നു നടന്നത്. AI വെച്ച് കോച്ചിനെ അടിക്കുന്നു, കോച്ചിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു. അപ്പം
ഈ AI ഇങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ, അതോ AI വെച്ച് ഈ ബിസിനസ് ഓണേഴ്സിനുള്ള ബെനിഫിറ്റ്സുകൾ ആ ഒരു റേഞ്ചിലേക്ക് ഒരുപാടുണ്ട്. അവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ യൂസേജ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാൻസി ഇതിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് സംതിങ് കോൾഡ് AI അഡോപ്ഷൻ. ഏകദേശം എല്ലാ ആൾക്കാരും ഇപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോലും AI യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യൂസേജ് നിങ്ങൾ റിയൽ ടൈം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എൻ്റെ ഡെയിലി നോട്ട്സ്, എൻ്റെ ടു ഡൂസ് ഒക്കെ എൻ്റെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ഞാൻ സാധാരണ മീറ്റിങ്ങിന് പോകുമ്പോൾ വെയർ ചെയ്യാറില്ലാണ്. എൻ്റെ കയ്യിലാണ് ഡിവൈസ് ഉള്ളത്. ഈ ഡിവൈസ് ഏത് കോൺവേഴ്സ്, മലയാളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണെങ്കിൽ കുഴപ്പമില്ല, ആ ഡിവൈസ് ഓട്ടോമാറ്റിക്കായി അതിൽ ആക്ഷൻ ഐറ്റംസ് നോട്ട് ചെയ്യും. എന്നിട്ട് എനിക്ക് റിമൈൻഡറായിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇതെൻ്റെ ഫോണിൽ അവൈലബിൾ ആണ്, എൻ്റെ മെയിൽ അവൈലബിൾ ആണ്, എനിക്ക് എൻ്റെ ക്ലൗഡുമായിട്ടും കണക്റ്റഡ് ആണ്, എൻ്റെ ക്ലൗഡ് ChatGPT കണക്റ്റഡ് ആണ്. എൻ്റെ കോൺവെർസേഷൻസ് എനിക്ക് ഈ ഡിവൈസ് വഴി ഏത് രീതിയിലാണോ ഷോട്ട് ചെയ്ത് ക്രിസ്പ് ചെയ്ത് ടു ഡു ആക്ഷൻ ഐറ്റംസ് ആക്കിയിട്ടും റിമൈൻഡർ ആക്കിയിട്ടും വേണ്ട ആ രീതിയിൽ തരാൻ പറ്റും. ഇതൊരു സാധാ കോമൺ മാനും പറ്റും. ഒരു കടയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട് ചെയ്യാം, ഇന്ന് സാധനങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ വൈകുന്നേരം എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഉണ്ടായി തരാൻ പറ്റും. ഒരു ഫാർമസിയിൽ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഒരു ഫണ്ണി തിങ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ആൻഡ് ഡിസ്കഷൻ ഇസ് ഓൾസോ ദേ. നമ്മുടെ ജോലി കളയോ, ജോലി സാധ്യതകൾ ഒഴിവാക്കുമോ, ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെയുള്ള വലിയ ഡിസ്കഷൻ ഉണ്ട്. എൻ്റെ അഭിപ്രായം ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. കാരണം അൺലെസ് യു സ്റ്റാർട്ട് യൂസിങ് AI ഫോർ യുവർ പ്രൊഫഷൻ, ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ AI എക്സ്പേർട്ട്, നിങ്ങളെ ജോലിയിൽ എക്സ്പേർട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. AI യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. അക്കൗണ്ടിങ്ങിന് നിങ്ങൾ എങ്ങനെ AI യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാം. കാരണം AI ടൂൾസ് വന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കോഡിങ്ങിൽ നിങ്ങൾ എങ്ങനെ AI യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാം. സോ അത് ലേൺ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഹാർഡ് തിങ് ടു ഡു. ഇപ്പോൾ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് സ്കിൽഡ് അബൌട്ട് AI. ഇപ്പോഴും നമ്മൾ കാണുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഫോട്ടോയെ ഇങ്ങനെയാക്കാനുള്ള പ്രോംപ്റ്റ് വേണം. അൺഫോർച്ചുനേറ്റ്ലി അപ്പം അത് അല്ലേ കുറേ ഡിസൈൻസ് വരുത്തുന്നത്, അല്ലെങ്കിൽ വെച്ചെങ്കിൽ ഒരു നിങ്ങളുടെ പഴയ ഫോട്ടോയെ പുതിയ ഫോട്ടോയൊക്കെ മാറ്റിത്തരാം, ഇങ്ങനത്തെ കുറേ AI കാണുന്നുണ്ട്. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡിയോ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു പഴയ ഫയൽസ് എടുത്തൊരു സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ആ സമയം ഉണ്ടായിരുന്നു. ഇതൊരു സ്റ്റുഡിയോക്കാരൻ ഇത് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അവർ നോർമലി ഒരു ഫോട്ടോഷോപ്പ് എടുത്ത് 1 hourലോ അല്ലെങ്കിൽ ഒരു 2-3 hours ചെയ്യുന്ന കാര്യം ഹി ക്യാൻ ഡു ഇറ്റ് ഇൻ വെരി ഷോർട്ട് ടൈം. അത് മാത്രമല്ല, അപ്പം നമ്മൾ ചോദിക്കുമ്പം സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സ്റ്റുഡിയോക്കാരൻ്റെ വീഡിയോ ഇത് പോകുന്നു ഇല്ല. ഒരു കാരണവശാലും സ്റ്റുഡിയോക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർ പക്ഷേ കാലത്തിനനുസരിച്ച് മാറണം, ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യണം. അവരെ എഡിറ്റിംഗ് പണ്ടൊക്കെ ആണെങ്കിൽ അവർ ആ പ്രോക്ക് വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടണം. ഇപ്പോൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ വേർഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുമ്പം ആ വേർഡ് മാറ്റി ഇപ്പോൾ അത് നേരെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി വീഡിയോ എൻ്റെ ലിപ്സിങ് മാറിക്കോളും. എനിക്ക് പിന്നെ റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദെർ ആർ ഇനഫ് ടൂൾസ് ടു സോൾവ് യുവർ പ്രോബ്ലം. പക്ഷെ അത് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി പോകും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. പണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഒരു സാധനം, ഈ മിമിക്രിക്കാരും ഇവരൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഗൂഗിൾ ആൻറ്റി നമ്മളെ വഴിതെറ്റിച്ചു, കുളത്തെ കൊണ്ടുപോയി ചാടിച്ചു, കിണറ്റിൽ കൊണ്ടുപോയി ചാടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ വളരെ റീസെൻ്റ്ലി മീൻസ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഈ ട്രെയിനിങ്സുകൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. ഇതുവരെ കുളത്തിലോ പുഴയിലോ ഗൂഗിൾ അമ്മിച്ച് കൊണ്ടുപോയി ചാടിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെയാണ് ഇപ്പോൾ AI-യുടെ അവസ്ഥ ആയിട്ട് നിൽക്കുന്നത്. AI-ൽ നമ്മൾ പറയുന്നു ഇദ്ദേഹത്തെ ഉയരം കൂട്ടു, അപ്പോൾ ഭയങ്കരമായിട്ട് ഉയരം കൂടി, അടുത്ത ആൾ ഉയരം കൂടി, അങ്ങനത്തെ ഒക്കെ ഫണ്ണി വീഡിയോസിലേക്ക് വരും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഹൗ വി ക്യാൻ യൂസ് ദിസ് AI ഇൻ നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സുകളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം? എന്തായിരിക്കും താങ്കളുടെ? അതിൽ ഒന്നാമത് നമുക്ക് AI വേണോ വേണ്ടോ എന്നുള്ള തീരുമാനമാണ്. ഈ എൻ്റെ ഒരു ബിസിനസ്സിൽ AI ശരിക്കും ആവശ്യമുണ്ടോ എന്നുള്ള ഡെസിഷനാണ് ആദ്യം എടുക്കേണ്ടത്. അതിന് നമുക്കൊരു AI അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഏത് രീതിയിലാണ് എൻ്റെ ബിസിനസ്സിലേക്ക് AI യൂസ് ചെയ്യാൻ പറ്റുക, എൻ്റെ ഫോർ എക്സാമ്പിൾ AIക്ക് മുമ്പുള്ള റെവല്യൂഷൻ ആയിരുന്നു ഇൻഡസ്ട്രി 2.0, ഇൻഡസ്ട്രി 3.0. ബേസിക്കലി ഓട്ടോമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. സാധാരണ ആൾക്കാർ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ വൈറലായിരുന്നു. കുറേ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ട് അവർ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വൈറലാണ്. അവർ ഒരു AIക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൻ്റെ ആദ്യം ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ടാമത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ റോബോട്ടായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളെ മേഖലയിൽ എൻ്റെ പ്രോബ്ലം ഓട്ടോമേറ്റ് ചെയ്യുന്നതിൽ AIയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു അവയർനെസ് ആദ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ AI പഠിക്കണം. AIയുടെ സാധ്യത എന്താണ്, എവിടെയൊക്കെ എനിക്ക് AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ലിങ്ക്ഡിൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസ്പെക്ട്സിനെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവാം, ഓട്ടോമാറ്റിക് അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടാവാം, അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവാം, ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ച് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടാവാം, അതേപോലെ എൻ്റെ അതേ വോയിസിൽ സംസാരിക്കുന്നുണ്ടാവാം.
ഇതേ എനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ലിങ്ക്ഡിനിൽ എൻ്റെ പ്രോസ്പെക്റ്റ് എനിക്ക് തിരിച്ച് റിപ്ലൈ ആക്കുമ്പം എൻ്റെ വോയിസിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിലവൻ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവാം. അവിടെ ഞാൻ എന്താ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സമയം ഓട്ടോമാറ്റിക്കലായിട്ട് സേവ്. പക്ഷേ എനിക്ക് ആ നോളജ് ഉണ്ടാവണം, അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവണം. ആ അവയർനെസ്സിന് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, എന്താണെന്നെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ, എന്താണെന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പണ്ട് സാക്ഷരത എന്ന് പറഞ്ഞിട്ട് ഒപ്പിടാൻ കഴിയുന്നവൻ സാക്ഷരനാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ തോന്നുന്നു. അത് സാക്ഷരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് കൂട്ടുക, ഹൈറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് മാറ്റുക, അതാണ് എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കോമൺ മാൻ, ഒരു സാധാ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മൾ പ്രോബ്ലം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എൻ്റെ ഇത് പ്രോബ്ലമാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ചിലവും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. എനിക്കൊരു നല്ലൊരു, ഞാൻ ആകെ ഒരു 15,000 രൂപ 20,000 രൂപയാണ് മാസം എനിക്ക് ശമ്പളമായിട്ട് വരുന്നത്. എനിക്കിതൊരു 500 റുപ്പീസെങ്കിലും അല്ലെങ്കിൽ ഒരു 200 റുപ്പീസിന് ഡെയിലി SIP ആയിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു അടിപൊളി ഫിനാൻഷ്യൽ പ്ലാനിലാവാം. എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇൻകം, എൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതെങ്ങനെ സേവ് ചെയ്യണം, എന്ത് ഒപ്റ്റിമൈസ് ചെയ്യണം, എനിക്ക് ഡെയിലി ഏത് സ്റ്റോക്കിലൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ അല്ല, അറ്റ്ലീസ്റ്റ് പഠിക്കാനെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു സാധാരണക്കാരനെ പറ്റുന്ന ആണ്. ഇതൊരു എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും എനിക്കൊരു അടുത്ത ഒരു വർഷത്തേക്കൊരു 2 വർഷത്തിനുള്ളിൽ വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ചിലവാകുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം, എൻ്റെ സിബിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ഇതൊക്കെ പറയാം. ഇതൊരു സാധാരണക്കാരനും പറ്റുന്നൊരു ആണ്. പ്രത്യേകിച്ചൊരു IT പ്രൊഫഷണലിനോ അല്ലെങ്കിൽ ഒരു മിഡ് പ്രൊഫഷണലിനോ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. സോ ദിസ് വേ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. എന്നിട്ട് അതിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള AI ഏതാണെന്നും അല്ലെങ്കിൽ AI ടൂൾസുകൾ ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ടുലൈറ്റിൻ്റെ പ്രൊജക്റ്റുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, സോ വാട്ട് യു ഡു, ലൈക്ക് എന്താണ് നിങ്ങൾ? ബാക്ക് ടു വെരി സ്റ്റാർട്ടഡ്. ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത് സ്കൂളിൽ വെച്ചായിരുന്നു. ഒരു ഐഡിയ. എൻ്റെ ഫസ്റ്റ് ജോബ് freshersworld.com എന്നൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ജോബ്. വൈൽ ഐ വാസ് സ്റ്റഡിങ് ഇൻ കോളേജ്. ഒരു സെക്കൻഡ് ഇയറിൽ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഒരു ഇവൻറ്റ് ടിക്കറ്റിംഗ് എന്നുള്ളൊരു ഐഡിയ വന്നത്. ഇവൻറ്റ് ടിക്കറ്റിംഗ് ലോഞ്ചർ എന്നൊരു ഐഡിയ വന്നു. സ്കൂളിൽ കോളേജിൽ കറസ്പോണ്ടൻറ്റ് സംസാരിച്ചു. എനിക്കൊരു റൂം വന്നു, ഒരു കമ്പ്യൂട്ടർ വന്നു. അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഞാനൊരു 3rd ഇയറിൽ എത്തുമ്പോഴത്തേക്ക് ആ റൂം നേരെ പുറത്തൊരു ഓഫീസാക്കി 2 പേരെ ഹയർ ചെയ്തു. അങ്ങനെയാണ് 4th ഇയറിൽ എത്തുമ്പോഴത്തേക്കൊരു ഇൻഡോ ജർമ്മൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു പുതിയ റീവാമ്പ് ചെയ്തൊരു ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം, ബുക്ക് മൈ ഷോ ഒക്കെ പോലത്തെ ഒരു ഇവൻറ്റ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. മൂവി അല്ല, പക്ഷേ ഇങ്ങനത്തെ അഡോപ്ഷനൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അവിടെ ഞാൻ അതെ, കാരണം ഞാൻ ആ ഇവൻറ്റ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന് മുമ്പുള്ള കമ്പനിയിൽ. പക്ഷെ അവിടെ ഒരു ബിഗ്ഗസ്റ്റ് എൻ്റെ ഫെയിലിയർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിങ്ങനെ ഇത് നല്ല ഫീച്ചറായിരിക്കും, ഇത് അടിപൊളി ഫീച്ചറായിരിക്കും എന്നുള്ളൊരു ഇമാജിൻ ചെയ്തത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു കുറേ സമയമെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലമാണ്. ഞാൻ MVP മിനിമം വയബിൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തില്ല, കസ്റ്റമേഴ്സിനോട് സംസാരിച്ചില്ല, ഇത് ശരിക്കും ആവശ്യമുള്ള പ്രോബ്ലം ആണോ എന്നുള്ളത് ഞാൻ ഇമാജിൻ കണ്ടില്ല. അപ്പോൾ അത് സമയമെടുത്തു, ഫണ്ടിങ് ഫുള്ളായിട്ട് ഒഴിവായി. അങ്ങനെ വി ഹാഡ് നോ മണി ലെഫ്റ്റ്. പിന്നെ ഞങ്ങൾ സർവീസിലേക്ക് കയറി 2017 ടുലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ടുലൈറ്റ് ആദ്യം ലോഞ്ച് ചെയ്യുമ്പോഴും ലൈക്ക് ഒരു മൊബൈൽ CRM എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യം ലോഞ്ച് ചെയ്തത്. സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ ടൂൾ, സാധാരണ ഫീൽഡിലുള്ള ആൾക്കാരെ സെയിൽസിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. ഇവഞ്ച്വലി വി സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് വെരി ലാർജ് കമ്പനീസ്. ഞങ്ങൾ കസ്റ്റമേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആദിത്യ ബിർല ഹൗസിംഗ് ഫിനാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇഫ്കോ ഇസ് വൺ ഓഫ് ദി ലീഡിങ്, ദി റൈഡ്ലി റിപ്പോർട്ടഡ് ടു അമിത് ഷാ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നൊരു വലിയ സ്ഥാപനമാണ്. അവരൊരു ഫീൽഡിൽ കസ്റ്റമേഴ്സിനെ കാണാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മളാണ്. അതേപോലെ SK ഫൈനാൻസ്, അവരിപ്പോൾ IPO പോകാൻ പോകുന്ന വലിയൊരു കമ്പനിയാണ്. ടാറ്റ, Citibank, ഇവരൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. ഇത് മെയിനായിട്ട് നമ്മൾ അവരെ എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരുപാട് ഫീൽഡ് സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ടാവും. അവർ ഫീൽഡ് സെയിൽസ് ഓഫീസ് അവർ കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യും, അവരെ ഡാറ്റ കളക്ട് ചെയ്യും. അത് ഡാറ്റ പ്രോപ്പറാണോ, കറക്റ്റാണോ, ഫേക്കാണോ, ലൈവായിട്ട് വെരിഫൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു 20 ദിവസം കൊണ്ട് പോളിസി ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പോളിസി ഇഷ്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 25 ദിവസം കൊണ്ടൊരു ലോൺ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഒരു 2-3 ദിവസം കൊണ്ട് ലോൺ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു ടാറ്റ് എന്ന് പറയും നമ്മളൊരു ടെർമിനോളജി, ടേൺ അറൗണ്ട് ടൈം. ഈ എല്ലാ മേഖലയും ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് ടേൺ അറൗണ്ട് ടൈം കുറച്ച് ഇത് ചെയ്യുക. ഫീൽഡ് ഓഫീസേഴ്സിന് അവരെ ടാസ്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് വാട്ട് ടുലൈറ്റ് ഈസ് ഡൂയിങ് ടുഡേ. അതോടൊപ്പം ഞങ്ങൾ വേറെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിരുന്നു. Acadle എന്ന് പറഞ്ഞിട്ട് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അത് വിച്ച് ഇസ് ഇൻ സ്കൂൾസ് അല്ല, എൻ്റർപ്രൈസസ് ആണ്. അവർക്ക് അവരെ പ്ലാറ്റ്ഫോം കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതർ ന്യൂ പ്ലാറ്റ്ഫോം കോൾ ഡെയിൽ. അപ്പോൾ ഡെയിലിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ, വിച്ച് ഇസ് അബൌട്ട് ടു ലോഞ്ച് ഇൻ എ വീക്ക്. ഡെയിലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കസ്റ്റമേഴ്സൊക്കെ വെബ്സൈറ്റിൽ വരുമ്പോൾ നിങ്ങളെ സെയിൽസിൻ്റെ ആൾക്കാർ ഓൺലൈൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ
ബുക്കിംഗ് സ്കെഡ്യൂൾ ചെയ്യുന്നു, ചിലപ്പോൾ നാളേക്ക് അവൈലബിൾ ആവും, മറ്റന്നാളേക്ക് അവൈലബിൾ ആവുക. അപ്പോൾ ലൈവായിട്ടൊരു ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഡെയിലി എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇൻട്രസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കസ്റ്റം ഡെമോ, അവർക്ക് എന്താണോ ആവശ്യം ആ ഡെമോ ഓട്ടോമാറ്റിക്കലി വെച്ച് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഈ പുതിയ സോഫ്റ്റ്വെയർ വരാൻ പോണ സോഫ്റ്റ്വെയർ. സോ ഇതും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അക്കാഡിൽ ഞങ്ങൾ ഇപ്പം ടുലൈറ്റിൽ കസ്റ്റമേഴ്സിന് ഓൺബോർഡ് ചെയ്യുമ്പം ട്രെയിനിങ് കൊടുക്കണമായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു അക്കാഡിൽ. വേറൊരു പ്രശ്നം ഡെയിൽ ലോഞ്ച് ചെയ്യാൻ കാരണം ഞങ്ങളുടെ ടുലൈറ്റിൽ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരു ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, ഹെൽത്ത് കെയർ ഉണ്ടാവും. ഇവരോടൊക്കെ സംസാരിക്കേണ്ട ഭാഷ വ്യത്യാസമാണ്, വേറെ വേറെ ഭാഷയ്ക്ക് സംസാരിക്കേണ്ടി വരിക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കസ്റ്റമേഴ്സിന് കൺഫ്യൂസ് ആവും. ഇവരെന്താണ് CRM ആണോ, ഇനി അതല്ല LOS ആണോ, ഇനി അതല്ല PAS ആണോ, മനസ്സിലാവില്ല. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കസ്റ്റമേഴ്സ് വെബ്സൈറ്റിലേക്ക് വരുമ്പം അവരെ ആരാണ്, അവരുടെ മേഖല എന്താണ്, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ട ഡെമോ കൊടുക്കും എന്നുള്ളതാണ് ഡെയിലി ചെയ്യണം. അപ്പം വി സോൾവ് അവർ ഓൺ പ്രോബ്ലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓൾട്ടർ ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് കസ്റ്റം ഡെമോ ആ സമയത്ത് തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഡെയിലി ചെയ്യണം. ദാറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് വി ബിൽ സോ ഫാർ. അതല്ലാതെ ഒരു റെഡിമെയ്ഡ് സാധനം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല അല്ല. അതെ, കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICP ആണ് പ്രശ്നം. ഞാനൊരു പലചരക്കാരനോട് പോയി ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. ചിലപ്പോൾ അവരോട് സംസാരിക്കേണ്ടി വരിക റീകൺസിലേഷൻ ആയിരിക്കും. റീകൺസിലേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ കണക്കും കാര്യങ്ങളൊക്കെ എൻ്റെ തരാം, സോൾവ് ആക്കി തരാം. നിങ്ങൾ കടം കൊടുക്കുന്നൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഞങ്ങൾ ഓട്ടോമാറ്റിക് റിമൈൻഡർ അയച്ചിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റ് കളക്ഷൻ ഓൺലൈനിലാക്കി തരാം. ആ രീതിയിലേക്ക് സംസാരിക്കേണ്ടി വരിക. പക്ഷേ ഒരു വലിയ കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വേറെ ലാംഗ്വേജ് ആയിരിക്കും. ആ ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നവഡേയ്സ് നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പഠിച്ച് വരുന്ന പുതിയ കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇപ്പോഴും ഈ ജെൻസിയും അത് ഇതെന്നൊക്കെ പറഞ്ഞ് പിള്ളേരായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാരൻസ് ആയാലും നമ്മളെപ്പോലുള്ള ട്രെയിനേഴ്സ് ആയാലും ഒക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ന്യൂ ജനറേഷൻ അവരൊക്കെ നല്ല വിവരമുള്ള കുട്ടികളാണ്. അതെ. പക്ഷേ എവിടെയാണ് ഇവർ ലാക്ക് ചെയ്യുന്നത്? ഐ തിങ്ക് വൺ ഓഫ് ദ മെയിൻ തിങ് ഇസ് അവർക്ക് വലിയ എക്സ്പോഷറാണ്. നമ്മൾ സമയത്തുള്ളൊരു എക്സ്പോഷർ ഇസ് ലിമിറ്റഡ്. നമ്മളെ നാട്ടുകാരോ നമ്മളെ വീട്ടുകാരും അല്ലെങ്കിൽ ആ കാണുന്നൊരു 12 മണിക്ക് കാണുന്ന ശക്തിമാനം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ സമയത്തൊക്കെ ഉള്ളൊരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ എക്സ്പോഷർ. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പം എൻ്റെ ചെറിയ കുട്ടിയാണെങ്കിലൊക്കെ അവർ ദേ ആർ ഹാവിങ് എക്സ്പോഷർ ടു ദി എൻറ്റയർ വേൾഡ് ത്രൂ ദ മൊബൈൽ ഫോൺസ്. സോഷ്യൽ മീഡിയ എന്നുള്ള സാധനം അവർക്ക് ഒരുപാട് നോളജ്. ഇപ്പം പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ ABCD പഠിക്കാൻ തുടങ്ങി. എൻ്റെ മോളിപ്പം LKG മുതൽ ABCD പഠിക്കുമ്പം അതേ ബ്രെയിൻ അല്ല, കാരണം അവരെ കപ്പാസിറ്റി കൂടുതലാണ്. അവർക്ക് ഒരുപാട് നോളജ്, ഓവർ നോളജ് ആയിരിക്കാം ചിലപ്പം പ്രശ്നം എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരുപാട് കണ്ടൻറ്റിൻ്റെ ഒരു സാധനം. സെക്കൻഡ് ഇസ് ഡെഫിനറ്റ്ലി അറ്റൻഷൻ സ്പാൻ. ബിക്കോസ് ഐ എം ഓൾസോ റണ്ണിങ് എ സ്കൂൾ. ഒരു 1000-നടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ റൺ ചെയ്യുന്നു, CBSE സ്കൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഞാൻ കാണുന്നൊരു വലിയ പ്രശ്നം ഒരു അറ്റൻഷൻ സ്പാൻ്റെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. അവർ ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഓൺ എ സ്പെസിഫിക് തിങ്. പിന്നെ ഗൈഡൻസിൻ്റെ പ്രശ്നമുണ്ട്. ക്ലാരിറ്റി ഫ്രം ദി പാരൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. അവർക്ക് എൻ്റെ കുട്ടി എനിക്ക് സേഫ് പെറ്റാണ്. പക്ഷേ ഒരുപാട് എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ പ്രശ്നം ഇവരെ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കുന്ന പാരൻസ് ആയിരിക്കാം. അവരുടെ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്ന പാരൻസ് ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചില കല്യാണ പേരുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ മൈക്ക് ഇരിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ മക്കൾ കയറി കലാപരിപാടികൾ തുടങ്ങും. അതെ, അത് ആസ്വദിക്കുന്നുണ്ടാവുക ആ കൊച്ചിൻ്റെ അച്ഛനമ്മയും മാത്രമായിരിക്കും. സത്യം. ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്താ വെച്ചാൽ ആ കൊച്ച് പാടുമ്പം പാരൻസ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റേത് പാട്, മറ്റേ പാട്ട് പാട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പം നമ്മുടെ കൊച്ച് ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹരമാണ്. അപ്പം നമ്മുടെ വിചാരത്തിൽ അവർ ഭയങ്കര എന്തോ ടാലൻറ്റഡ് ആയിട്ടുള്ള കൊച്ച് പോലെയാണ് തോന്നുക. പക്ഷേ കൂടെ ഇരിക്കുന്നവർക്ക് അത് ഭയങ്കര അരോചകത്വം ഉണ്ടാക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആളുകൾ ഒരു എംപ്ലോയറുടെ മുന്നിലോട്ട് ചെല്ലുമ്പം വീട്ടിൽ ഇവൻ സിംഹമായിരിക്കും. കാരണം ഇവൻ ടെക്കി ആയിരിക്കും. പാരൻസ് കണ്ട ഏറ്റവും വലിയ ടെക്കി ആയിരിക്കും ഇയാൾ. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലോട്ട് വരുന്ന സമയത്ത് സിംഹം പൂച്ചയായിട്ട് മാറും. കെയർ കൂടുന്നതിന് പ്രശ്നം തന്നെയാണ്. കാരണം അവർക്ക് അവരെല്ലാത്തിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് സഹായിച്ച് ഭയങ്കരമായിട്ട് പാമ്പേർഡ് ആയിട്ട് അല്ലേ, ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരു റിസ്ക് എടുക്കാൻ സമ്മതിക്കുന്നില്ല. മെയിനായിട്ട് അതാണ്. അവരൊരു പുറത്ത് പോയി എനിക്കിത് ചെയ്യണമെന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കാൻ സമ്മതിക്കാത്തൊരു വലിയ പ്രശ്നം. അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു ഓവർ കെയർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു പാരൻസിന്റെ ഭാഗത്ത്. ഞാൻ ചോദിക്കുന്നത് കുട്ടികളുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്സ് എന്താണ്? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിങ്ങളെ പോലുള്ള കമ്പനികളിലേക്കൊക്കെ വരുമ്പോൾ യു ഹാവ് എൻ എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷൻ ഇപ്പോഴത്തെ കുട്ടികൾ മീറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രശ്നം എൻ്റെതായിരിക്കും. എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നെങ്കിൽ ആ പ്രശ്നം എൻ്റെതാണ്. കാരണം
അവരുടെ ആ ഒരു സൈക്കോളജീസ് ഗെറ്റ് തിങ്സ് ഡൺ ഓൺ ടൈം. അവർ ചിലപ്പം 2 മണിക്കൂറും 3 മണിക്കൂറും ചിലപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ടാലൻ്റ് ആൾക്കാർ അവരെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അവിടെ. അല്ലാതെ അവരൊരു വേറൊരു എക്സ്ട്രാ ടാലൻറ്റഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫോക്കസ്ഡ് അല്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ജനറേഷൻ ഒന്നുകൂടെ എക്സ്പോസ്ഡ് ആണ്, അവർക്ക് ഒന്നുകൂടെ ഐഡിയ കൂടുതലാണ്, ദേ ഹാവ് മോർ ഐഡിയ. പക്ഷെ അവർ ആ രീതിയിലൊന്ന് ഗൈഡ് ചെയ്ത് മെൻറ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് SOP. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഒരാൾക്കൊരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ടാസ്കിനോട് കൊടുക്കുന്നു, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഇതേത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുകയെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. കാരണം എൻ്റെ ഇമ്പ്രഷൻ എന്താ, ഇവർക്കെല്ലാം അറിയാം, ഇവരത് പഠിക്കണം, ഇവർ പഠിച്ചേ പറ്റുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാധനമാണ്. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു HR ഞാനൊരു KPI ഡിഫൈൻ ചെയ്യേണ്ട സാമ്പിൾ ടാസ്ക് കൊടുക്കുകയാണ്. ഇന്നൊരു പ്രൊജക്ട് മാനേജർ കഴിഞ്ഞ 3 മാസം ഔട്ട്പുട്ട് ഓക്കെ ആയിരുന്നോ അല്ലയോ എന്നൊരു ചെറിയ സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോയി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതാ എന്ന് പറയുന്നതിന് പകരം ഇന്ന കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത്, അതെ ഈ സാധനമാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോഴേ അതിനനുസരിച്ചിട്ട് അവർക്ക് അടിപൊളി റിപ്പോർട്ട് തരാൻ പറ്റും. അവർക്ക് ആ ഒരു നമ്മളെ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സീനിയർ പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ വി ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദം. എക്സാക്ട്ലി ഈസ് എ പ്രോബ്ലം. എക്സാക്ട്ലി വെരി ഗുഡ് നോളജ്. പല ബിസിനസ്സുകാരായിട്ട് സംസാരിക്കുമ്പോഴേ അവർ പറയുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കമ്മിറ്റ്മെൻറ്റ് കുറവാണ്, ടാർഗറ്റ്സിനെ അവർ ഭയക്കുന്നു, അവർ അവരുടേതായിട്ടുള്ള എന്നുവെച്ചാൽ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ചീത്ത പറഞ്ഞാൽ നാളെ തൊട്ട് വരില്ല. ശരിയാണ്, കുറച്ചൊക്കെ ശരിയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതും ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. പുതിയൊരു ജനറേഷനെ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 രീതിയിലും ചിന്തിക്കാം. അതെ അതെ. അല്ല മറ്റേത് അവർ ഒന്നുകൂടെ അജൈലാണ്, ദർ ആക്ച്വലി അജൈൽ. അതുകൊണ്ട് തന്നെ അവർ ഓൾസോ എ ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ. കാരണം ദർ ഓൾസോ എ ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ. കാരണം ഓവർ നോളജ് അവർക്കുള്ളത്, ഓവർ നോളജാണ്, ഓവർ എക്സ്പെക്റ്റേഷനാണ്, എല്ലാം ഓവറാണ് അവരുടെ മേലെ. അവർ ഏകദേശം പാരൻസ് പണ്ടത്തേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്, കരിയർ ഓപ്ഷൻസ് കുറവാണ്, ഒരുപാട് എന്താ പറയുക തലയിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജനറേഷനാണ് പുതിയ ജനറേഷൻ. 90s ജനറേഷൻ അല്ല. അപ്പം അതും ഒരു പ്രശ്നമാണ്. അത് കറക്റ്റ് മോൾഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്കൂളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. എൻ്റെ അടുത്ത് 5ാം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലെ കുട്ടി വന്ന് സംസാരിക്കുന്ന ഭാഷകളൊക്കെ ഞാൻ പണ്ട് കോളേജിലെപ്പോഴും ചിന്തിക്കാത്തതാണ്. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടി റീസെൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നോട്, ഐ വോണ്ട് ടു ഡു ദിസ്, ഐ വോണ്ട് ടു ബി ദിസ്, ഐ വോണ്ട് ടു ഗിവ് മി സ്കെഡ്യൂൾ. 5ാം ക്ലാസ് കുട്ടിക്ക് ഞാൻ എന്ത് സ്കെഡ്യൂൾ കൊടുക്കാനാണ്? ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഹർ പാഷൻ ടു ബി സമൺ അറ്റ് 5th സ്റ്റാൻഡേർഡ്. അത് അടിപൊളിയാണ്, ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല. വേറൊരു കുട്ടി ഒരു 8-9 ക്ലാസ്സിലെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, സംതിങ് ഇസ് പുള്ളിങ് മീ ബാക്ക്. ഈ വേർഡ് എന്താണെന്ന് എനിക്ക് കോളേജിൽ അറിയില്ലായിരുന്നു. പിന്നെ കുറേ ഈ പുള്ളിങ് മീ ബാക്ക് എന്നൊക്കെയുള്ള വേർഡുകളൊക്കെ ഞാനൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. എനിക്കറിയില്ല നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അവരുടെ ലോകം വേറെയാണ്. ഞാനും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. നമ്മളിപ്പോൾ പലപ്പോഴും ക്യാമ്പസുകളിലൊക്കെ പോകുമ്പം കുട്ടികൾ സംസാരിക്കുന്നത് ഭയങ്കര വേറെ ഏതോ വേൾഡിലാണ്, വേറെ ഏതോ യൂണിവേഴ്സിലാണ് അവർ. അവിടെ കുട്ടികളെല്ലാം മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. അതിനെങ്ങനെ മറുപടി കൊടുക്കാമെന്ന് പഠിക്കേണ്ടത് ഞാനാണ്. പക്ഷേങ്കിലും ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു റെപ്യൂട്ടഡ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമ്പസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പ് ഐഡിയാസുകൾ കുറേ ആയിട്ട് കുട്ടികളുടെ അടുത്ത് വരാറുണ്ട്. സർ ഐ ഹാവ് എൻ ഐഡിയ, ദിസ് ഐഡിയ ഗോയിങ് ടു റൂൾ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുക. പക്ഷേ അവസാനം നമ്മളത് ചോദിച്ച് വരുമ്പോൾ അത് ഉള്ളി തൊലി പൊളിച്ച പോലെ ഇങ്ങനെ പോയി അതിനകത്ത് ഒന്നുമില്ലാത്തൊരു ഒരു കാമ്പില്ലാത്ത അല്ലെങ്കിൽ വളരെ കിഡീഷായിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്കായിരിക്കും അത് ചെന്ന് എൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവാം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സിനാരിയോ നമ്പർ 2. ആ സമയത്ത് അവർ ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് ദേ ഷുഡ് ഗെറ്റ് എക്സ്പീരിയൻസ്. ആ മേഖലയിൽ എക്സ്പീരിയൻസ് വാങ്ങിയതിന് ശേഷം ഒരു 4-5 വർഷം വർക്ക് ചെയ്യുക. റീസെൻ്റ്ലി ആയിട്ടുള്ള ഞാൻ എക്സാമ്പിൾ നമുക്ക് വളരെ റിലേറ്റഡ് ആവാൻ പറ്റുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആക്ട് ചെയ്യും. ഓക്കെ. ആൻഡ് ഹീ ഈസ് ഇൻ ടു ദിസ് ഷോർട്ട് ഫിലിം കൈൻഡ് ഓഫ് തിങ്സ്. അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, എനിക്കൊരു ആശയം കിട്ടിയിട്ടുണ്ട്, ദ സ്ക്രിപ്റ്റ് ഇസ് റെഡി, അതിനൊരു ടീമിനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഇതിനൊരു പ്രൊഡ്യൂസറെ വേണം. ഇതാണ് അയാളുടെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പം അയാളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് മെനി കണക്ഷൻസ്, സോ അതിലുള്ള ആരെങ്കിലും ഒരാളെ, കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളെ കണ്ട് ഇയാളൊന്ന് മുട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവന് എന്താണ്, അയാൾക്ക് എന്താണ് ബെനിഫിറ്റ്? ഇപ്പം ഒരു 10 ലക്ഷം രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്കൊരു 11ാമത്തെ ലക്ഷം തിരിച്ചു കൊടുക്കാൻ, ഐ മീൻ ഒരു 1 ലക്ഷമെങ്കിലും തിരിച്ച് കൊടുക്കാൻ, ഒരു 10% മാർജിനെങ്കിലും അയാൾക്ക് കൊടുക്കാൻ ഈ ഷോർട്ട് ഫിലിം കൊണ്ട് പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഇനി അഥവാ ഉത്തരം ഉണ്ടായെങ്കിൽ തന്നെ വേറെ 2 ചോദ്യം കൂടി ചോദിക്കുകയായിരുന്നു. ബൈ വെൻ
എത്ര സമയത്തിൽ, വേറെ വിഷയം. ഇത് അതിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ ഹൗ എന്നുള്ള ചോദ്യങ്ങളും വേണം, എങ്ങനെയെന്നുള്ള ഇത് എടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്സുകൾ വരുന്നത്. അതെ, പലപ്പോഴും അയാളുടെ ആവശ്യമാണ് ഐ വോണ്ട് ടു ബി അല്ലേ എന്താ പറയുക ബിസിനസ് മാൻ, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, അതാണ് അവൻ്റെ ഹരം. അല്ലാതെ അതിൻ്റെ വയബിലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിനെ എങ്ങനെ ഒരു കമേഴ്ഷ്യലൈസ് ചെയ്ത് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ നമുക്ക് ഉത്തരം കിട്ടില്ല. അവിടെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചോടുകൂടി ചിലപ്പോൾ കുട്ടി ആലോചിച്ചിട്ടുണ്ടാവും, ശരിയാണല്ലോ. ആ ചോദ്യം ചോദിക്കാനാണില്ലാത്തതാണ് പ്രശ്നം. അല്ല, അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം എന്നറിയാത്തതാണ് പ്രശ്നം. അതെ, അപ്പോൾ അവിടെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്നായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോച്ചാണ്. അപ്പം അവൻ പറയുന്നത് വെച്ചാൽ ഇതിലൂടെ നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവാം. ഓക്കെ, ദെൻ അങ്ങനെ അത് വൺ ഡേ വി വിൽ എൻഡ് അപ്പ് ഇൻ 2 movies. അപ്പം ഞാൻ പറഞ്ഞു അത് തൻ്റെ വേർഷൻ. അതെ, കാരണം വെച്ചാൽ ഇത് ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ അടുത്ത എന്താ പറയുക ഇതിൻ്റെ ഓരോ പരിപാടികളുണ്ടാവുമല്ലോ, എന്തോ അടുത്ത ഓഡീഷന് പോകുമ്പോൾ ഹി ക്യാൻ പ്രൊഡ്യൂസ് ദിസ് ഇസ് എ പ്രൂഫ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഡീഷൻ നടക്കുന്ന സമയത്ത് അത് കാണിച്ചു കൊടുത്ത് അവന് സിനിമയിലോട് കയറാം. അപ്പോഴും എൻ്റെ ചോദ്യം അവിടെ ബാക്കിയാണ്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റാർട്ടപ്സുകളാണ് പലപ്പോഴും, സ്റ്റാർട്ടപ്പ് ഐഡിയാസുകളാണ് പലരും കൊണ്ടു നടക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ചോദ്യങ്ങൾ ഇവരുടെ മുന്നിലോട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് അതിൻ്റെ ഒരു എക്സ്പോഷറാണ് പ്രശ്നം. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ ക്ലാരിറ്റിയാണ്. ഇതെന്തിനാണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഇതിൻ്റെ ഔട്ട്കം, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരാളുടെ ഫണ്ട് വാങ്ങുവാണെങ്കിൽ അവർക്ക് എന്ത് ഔട്ട്പുട്ടാണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഞാൻ ഒരുപാട് പിസ്റ്റൊക്കെകൾ അവിടെ ചുമ്മാ ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു ഒരു ഇമാജിനറി വേർഷൻസ് കാണാറുണ്ട്. ഇപ്പം ഞാൻ 10 lakhs റവന്യൂ ആണ് പെർ ഇയർ വാങ്ങുന്നത്, എനിക്ക് അടുത്ത 1 വർഷം കൊണ്ട് ഞാൻ 1 CR ആക്കും. ആ 1 CR ആക്കുമ്പോൾ എനിക്കൊരു 50 lakhs വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇമാജിനറി. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്സ് ആയിരുന്നു. ഒന്ന്, വാട്ട് ഈസ് യുവർ USP? വൈ ഷുഡ് സംബഡി ബൈ യുവർ പ്രൊഡക്റ്റ്? എന്തുകൊണ്ട് ഒരാൾ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സർവീസ് കൊടുക്കണം എന്നുള്ളതാണ്. അത് ക്ലാരിറ്റി ഉണ്ടാവില്ല. രണ്ടാമത്തെ ഞാൻ നേരത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് സൊല്യൂഷൻ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യും, അയാളുടെ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് മൂന്നാണ്. ഒന്നെങ്കിൽ എൻ്റെ ടൈം സേവ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊരു പണി സേവ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റണം. എനിക്കിപ്പോൾ ഉള്ള 10 ലക്ഷം രൂപ എനിക്കൊരു 15 ലക്ഷം ആക്കാൻ പറ്റണം. അതെ. മൂന്നാമത്തെ ഇറ്റ് ഷുഡ് ബി ലക്ഷറി. അതാണ് ഈ സാധാരണ ഉണ്ടാകുന്ന ഒരു 3-4 വേർഷൻസ്. ഇതാണ് എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു അത് ധരിക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് വാവ് ഫീൽ ചെയ്യണം, റൈറ്റ്? ഇതിനൊക്കെ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഒരു ടൈം ആണെങ്കിൽ ഇതും പൊസിഷനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളുടെ എന്ത് പ്രോബ്ലം ഞാൻ ഇത് വെച്ച് സോൾവ് ചെയ്യുന്നുള്ള പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്ലാരിറ്റി ഇല്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു മെന്റലി സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടണം ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു. അതെ, ഞാനിപ്പോൾ എൻ്റെ പേരിലുള്ള ഒരു പേഴ്സ്, ഒരു പാസ്പോർട്ടിൻ്റെ ഒരു കേസ്, ഇറ്റ് ഈസ് നോട്ട് സോൾവിങ് എനി പ്രോബ്ലം. എനിക്ക് 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇടാനുള്ള വേറൊരു കേസ് കിട്ടും. ബട്ട് ഐ സ്റ്റിൽ പേ 500 rupees വേർ ഇറ്റ് ഇസ് റിട്ടൺ Nizamudheen V. I'm proud about it. It's like, it gives me happy, right? ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സാധനം, ബിക്കോസ് ഐ കൻ ഗിഫ്റ്റ് ഇറ്റ്. ഇതെന്തെങ്കിലും ഒന്നാവണം. ഇതായാൽ മാത്രം പോരാ, ഞാൻ ഇതെങ്ങനെ എൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് എത്തിക്കണം എന്നുള്ള സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വൺ ഓഫ് മൈ നെയ്ബർ ഫ്രണ്ട്സ് they started a chocolate business. ഭയങ്കര പാഷനേറ്റ്. ഐ എം സോ ഹാപ്പി ടു സി ബിക്കോസ് ദർ ഓൾ കമ്മിങ് ഫ്രം എ tier 3. ഐ എം ഓൾസോ ഫ്രം എ tier 3 വില്ലേജ്. അവിടെയുള്ള ഒരാളെ ചോക്ലേറ്റ് പോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ കൊണ്ടുവരും. ഐ വാസ് വെരി വെരി പാഷനേറ്റ് ടു സി. ആൻഡ് ഐ ആസ്ക്ഡ് ഹിം, ഐ യൂഷ്വലി ആസ്ക് ഹിം എന്തായി ചോദിച്ചുകൊണ്ടിരിക്കും കാണുമ്പോഴൊക്കെ. സോ അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വെണ്ടർ കണ്ടുപിടിച്ചു, മാനുഫാക്ചറിംഗ് ഒരു വെണ്ടർ കണ്ടുപിടിച്ചു. എന്നിട്ട് ദേ സ്റ്റാർട്ടഡ് ചോക്ലേറ്റ്. ആ ഒരു സമയത്ത് കുനാഫ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ബിസി ആയിരുന്നു. നൗ ഹി സ്റ്റോപ്ഡ് ഇറ്റ് ബിക്കോസ് പൊസിഷനിങ് കറക്റ്റ് അല്ലായിരുന്നു ടു മൈ നോളജ്. ടാർഗറ്റ് ഓഡിയൻസ് അവർ B2B ട്രൈ ചെയ്തു, B2C ട്രൈ ചെയ്തു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദിയർ മാനുഫാക്ചർ വാസ് നോട്ട് ഫ്ലെക്സിബിൾ. കാരണം മാനുഫാക്ചർ അവർക്ക് അവരുടെ ഐഡിയാസൊക്കെ ചെറിയ വേറെ മോൾഡ് വേണ്ടി വരും, വേറെ ടേസ്റ്റ് വേണ്ടി വരും. ആ രീതിയിൽ മാനുഫാക്ചറിങ് ഓക്കെ അല്ല. സോ ഇറ്റ് ഇസ് എ ന്യൂ ജനറേഷൻ ഇസ് പാഷനേറ്റ് അബൌട്ട് ഡൂയിങ്. പ്രോബ്ലം ഇസ് സാർ നേരത്തെ പറഞ്ഞ പോലെ there is no one to ask proper questions to them which will trigger their thoughts. അവരെ ഇതിങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണ്. ഞാൻ നേരത്തെ ചർച്ച ചെയ്തിരുന്നു, സാധാരണ ഡിവൈസ് വാങ്ങുന്നതിൻ്റെ ഒരു ഗ്യാരണ്ടി വാറണ്ടി ട്രാക്ക് ചെയ്യുന്നൊരു സാധനം. എൻ്റെ ഒരു കസിൻ വിളിച്ച് ചോദിച്ചു, നമുക്ക് ഈ ചെറിയ വാഷിംഗ് മെഷീൻ, TV, അതേപോലെ ട്രിമ്മേഴ്സൊക്കെ അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി ട്രാക്ക് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിക്കൂടെ? പ്രോബ്ലമിൽ നമ്മൾ ആരെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? കാരണം ഒരു കസ്റ്റമർ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നില്ല. ഞാൻ വാങ്ങിയ ഷോപ്പിൽ പോയി എൻ്റെ വാഷിംഗ് മെഷീൻ കേടായെന്ന് പറഞ്ഞാൽ അവർ എന്നെ പോയി കമ്പനീസിനെ കോൺടാക്ട് ചെയ്യും. കാരണം ബില്ല് അവരെടുത്ത് എക്സാക്ട്ലി ഓൾറെഡി CRM ഉണ്ട്, ERP ഉണ്ട്. കമ്പനീസ് അത് മാറ്റി കൊടുക്കും, ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. സോ എക്സാക്ട്ലി. സോ ഐ ആസ്ക്ഡ് ഹിം എ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ്? ഈസ് മാനുഫാക്ചർ ഗെറ്റിംഗ്, ഈ ഉണ്ടാക്കിയ കമ്പനി ബെനിഫിറ്റഡ് ആകുന്നുണ്ടോ? കാരണം അവർക്ക് ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യാതിരുന്ന അത്രയും ലാഭം.
അവർ ബെനിഫിറ്റ് ചെയ്യുന്നില്ല, ഈ കടക്കാരൻ ബെനിഫിറ്റ് ചെയ്യുന്നില്ല, ഞാനും പ്രത്യേകിച്ചിട്ട് വരെ എനിക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നുമില്ല. ഹി സ്റ്റോപ്ഡ്, ഐഡിയ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. സോ പ്രോബ്ലം മീൻസ് അവിടെ ചോദിക്കാൻ പറ്റുക, അതിനാണ് നമ്മൾ ഒരു മെൻറ്ററിന് വേണമെന്ന് പറയാം. വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇൻ മൈ ജേർണി ഈസ് ഐ ഹാഡ് എ മെൻറ്റർ whom we call ourselves, saying that she was a mandatory evil in your life. ആവശ്യം ഏറ്റവും നിർബന്ധമായിട്ട് ഒരാളുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു ഈവളാണ് ഒരു മെൻറ്റർ. അത് നിങ്ങൾ ഏതിലാണോ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രൊഫഷണലാണെങ്കിൽ അതിലൊരു മെൻറ്റർ വേണം. ടു അറ്റ്ലീസ്റ്റ് സീ വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്, ഷുഡ് ഐ സ്വിച്ച് ദ കമ്പനി ബിക്കോസ് ഐ എം നോട്ട് ഗെറ്റിംഗ് പ്രോപ്പർ നോളജ്, എൻ്റെ നോളജ് കൂടുന്നില്ല, എനിക്ക് പുതിയ ട്രെൻഡിനനുസരിച്ച് എൻ്റെ നോളജ് കൂട്ടാൻ പറ്റുന്നില്ല, ഞാൻ സ്വിച്ച് ചെയ്യണോ ഇനി അതിലൂടെ തുടരണമെന്ന് അറിയാൻ ഒരു മെൻറ്റർ വേണം. സ്റ്റാർട്ടപ്സിലാണെങ്കിൽ ഒരു മെൻറ്റർ വേണം. am I doing the right thing? എൻ്റെ മെൻറ്റർ, ഹെർ യുണീക്ക് തിങ് വാസ്, എന്താണോ നമ്മൾ ആലോചിക്കുന്ന ഐഡിയ അത് അവർ പറയും യു ഗോ ഹെഡ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ദെൻ ഷീ വിൽ സേ നൗ യു അണ്ടർസ്റ്റുഡ് ദി എറർ, ഇതുകൊണ്ടാണ് ഇത് എക്സിക്യൂട്ട് ആവാത്തത്. ഷീ വിൽ ടീച്ച് us ദി മിസ്റ്റേക്സ്. So in whether it is a startup or even starting a profession career, my advice to anyone is going to be find a mentor for yourself. It's very very important. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ കീ പോയിന്റുകൾ ചോദിച്ചാൽ ഞാൻ പറയും കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഈ 3 Cകളായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ കൺസിസ്റ്റൻസി ഒബ്വിയസ്ലി അത് തുടർച്ചയായിട്ട് അവർ പ്രയത്നിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ നടക്കുള്ളൂ. കമ്മിറ്റ്മെൻറ്റും ഒരു പരിധി വരെ ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലിൽ പെടുന്ന ഒരു ഏരിയാസാണ്. കം ടു കപ്പാസിറ്റി, നമ്മുടെ കുട്ടികളുടെ സ്കില്ലുകളെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ ഈ സ്റ്റാർട്ടപ്സുകളിലേക്ക് വരുമ്പം അവരുടെ സ്കില്ലുകളെ പറ്റി പറയുമ്പം ഹൗ വി ക്യാൻ അതിനിലേക്ക് ഇതിൽ നമുക്ക് 2 ആംഗിൾ സംസാരിക്കാം. ഒന്ന് ഫ്രം എ ഓൺട്രപ്രണർ പോയിന്റ് ഓഫ് വ്യൂ, ഒരു സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കാം. 2 ഫ്രം എ പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഇപ്പം എവിടെ മറ്റേ നമ്മൾ നേരത്തെ പറയാനുണ്ടായിരുന്നു ഒരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിൻ്റെ മുകളിലെ വീഴുക എന്നുള്ളൊരു ചെറിയൊരു തമാശക്കണി പറയാനുണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ട്രൂ. അതേപോലെയാണ് ഇപ്പോഴും എവിടെ നോക്കിയാലും ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിപ്പം BA ട്രെയിനിങ് സെൻറ്റേഴ്സ് ആവാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആവാം. ഐ എം നോട്ട് സെയിങ് നോ ടു ഇറ്റ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ് ടു ഡു. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദർ ആർ തിങ്സ് വിച്ച് ഇസ് ബിയോണ്ട് എ ബേസിക് സ്കിൽ. എക്സാമ്പിൾ പറയാം, ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പം എൻ്റെ കമ്പനിയിലേക്ക് ഡെയിലി ഹൺഡ്രഡ്സ് ഓഫ് റെസ്യൂംസ് വരുന്നുണ്ടാവും. അതിലൊരു വെരി മിനിമൽ പെർസെൻറ്റേജ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം അവർ വരുമ്പോൾ അവരെന്തിനാണ് എന്ത് ഇൻ്റർവ്യൂ, ഏത് ജോബിൻ്റെ ഇൻ്റർവ്യൂവിനാണെന്ന് പോലൊരു ആർക്കൊരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടാവില്ല. ബിക്കോസ് ഓൾവേസ് വൈ സ്റ്റാർട്ടിങ് ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് വൈ വി ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ ദിസ് റിലേഷൻഷിപ്പ് എന്നാണ്. അതിന് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തുകൊണ്ട് ഞാൻ എന്നുള്ള സാധനം പ്രൂവ് ചെയ്യണം. നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പറയാൻ പറ്റുന്ന വേർഡ്സ് ഇതാണ്: മൈ നെയിം ഇസ് ദിസ്, മൈ ഫാദർ ഇസ് ദിസ്, ഐ എം ഫ്രം ദിസ്. ബട്ട് വൈ ആർ യു ദ പേഴ്സൺ ഫോർ മീ? ഈ ജോലി ചെയ്യാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്നുള്ള സാധനം അവിടെ സംസാരിക്കുന്നില്ല. ഇറ്റ് ഈസ് എ പ്രോബ്ലം ബിക്കോസ് ഓഫ് ദ സ്കിൽ. നമുക്കത് ആരെ ബ്ലെയിം ചെയ്യണം? പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയിട്ടാണ്. അല്ല സ്കിൽ റിലവൻറ്റ് ടു ദ ജോബ്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരാം. എനിക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവാം, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാവാം, എനിക്ക് ആ രീതിയിൽ പ്രോപ്പർലി അഡ്രസ് ചെയ്യാൻ പറ്റാത്തതാവാം. അതൊരു പ്രശ്നമാണ്. എനിക്കൊരു പെർട്ടിക്കുലർ സ്കില്ലുണ്ട്, പക്ഷെ ആ സ്കില്ലുണ്ടെന്ന് എനിക്ക് എംപ്ലോയറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതാവാം. 2, എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാത്തുള്ള റിസർച്ച് ഇല്ലാത്തതുകൊണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് റോളിന് വേണ്ടിയിട്ടാണ് ഇപ്പം ജോബ് പോസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നോ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്നോ ഒരു കാര്യം അറിയാത്തതാവാം. ബേസിക്കലി ഒരു 2 ദിവസം 3 ദിവസം ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്ന സാധനമുള്ളൂ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ബേസിക്സ്. ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് അത്രയേ ഉള്ളൂ. ചിലപ്പോൾ 2 കോഴ്സ് എടുത്ത് തീരുന്ന പ്രശ്നം, പക്ഷേ അതുപോലും പ്രിപ്പയർ ചെയ്യാത്താവാം. സ്കിൽ ഈസ് എ ബിഗ് ബാരിയർ. ഒരു വലിയൊരു ജോലി, ഒരു എൻ്റർപ്രൈസിൽ ഒരു നല്ല ശമ്പളമൊക്കെ, ഒരു 6 ശമ്പളം കിട്ടാൻ പറ്റുന്ന ജോലി വേണമെന്ന് എനിക്ക് സ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ. അതും കോമ്പറ്റീറ്റീവ് സ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ. When I talk about competitive, can you use AI to solve this? ഒരു സാധാരണ ഒരാളൊരു 10 ദിവസം കൊണ്ട് എടുക്കുന്ന പരിപാടി ക്യാൻ യു ഡു ഇറ്റ് ഇൻ 2 hours? അത് 2 hours ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? വിച്ച് മീൻസ് നമ്മുടെ കമ്പനിയുടെ ഇപ്പോൾ നോക്കുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ സെറ്റ്. അതൊരു സ്കിൽ സെറ്റാണ്. എനിക്ക് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്കിൽ സെറ്റാണ്. എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുമെന്നുള്ള സ്കിൽ. കാരണം ഇറ്റ്സ് അബൌട്ട് മണി ഫോർ ദം. അവരെ കസ്റ്റമേഴ്സിന് പെർ അവർ ചാർജ് ചെയ്യുമ്പോൾ ഐ നീഡ് ടു സേവ് മൈ അവേഴ്സ് ടു സേവ് മൈ പ്രോഫിറ്റ്. ആ സാധനമാണ് നിർബന്ധമായിട്ട് വരിക. അപ്പം ഈ സ്കിൽ സെറ്റ് ഇസ് എ വെരി ബിഗ് പ്രോബ്ലം. ഇത്
ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും വലിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ ചില ആഡ് ഓൺസ് ഒക്കെ ആയിട്ട് ഇതൊക്കെ കൊടുക്കുന്നു. പക്ഷേ ആഡ് ഓൺസ് ഓൾസോ ഫോർ ദ നെയിം സേക്ക് AI ഇൻ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയെന്നല്ലാതെ അതെ അതൊരു അബ്യൂസ്ഡ് വേർഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ AI എന്നുള്ള സാധനം. അത് എന്തിന് എങ്ങനെയെന്നല്ലാതെ ഒരു അബ്യൂസ്ഡ് വേർഡായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ഈ എഡ്യൂക്കേഷണൽ ഒരു കോളേജ് പഠിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ബി എക്സ്പോസ്ഡ് ഇൻ ടേംസ് ഓഫ് building products. They should be enforced to do internships. നിർബന്ധമാക്കണം ഒരു 3 മാസം 4 മാസം ഇൻറ്റേൺഷിപ്പ്. അതൊരു വെറുതെ പോയി ഈ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇൻഡസ്ട്രി വിസിറ്റ് ഒക്കെ ഒരു കോമഡി ആയിരുന്നു. ചുമ്മാ പോയി പേര് ഞാൻ പഠിക്കുമ്പോഴൊക്കെ അവിടെ വണ്ടർലേ പോകാനുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഒരു സീരിയസ് ആക്കാത്തതാണ് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത്. സോ അതൊക്കെ പ്രോപ്പർലി അതിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുക. ആദ്യം മുതലേ ഞാൻ പറയുന്നത് കോളേജിലല്ല, സ്കൂൾ മുതലേ. ഇപ്പം എൻ്റെ ഒരു ഈ സ്കൂൾ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു അക്വയർ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റീവ് ആവും. കുട്ടികളെ ഈ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് മുമ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ ഫണൽ എങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആലോചന. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബേസിക് മെത്തഡോളജിയിൽ തന്നെ നമ്മൾ സ്കിൽ സെറ്റ് ഇൻക്ലൂഡ് ചെയ്യണം, ഇൻറ്റേൺഷിപ്പ് ഇൻക്ലൂഡ് ചെയ്യണം, അവർക്ക് എക്സ്പോഷേഴ്സ് ഉണ്ടാവണം, അവർ കോർപ്പറേറ്റ്സുമായിട്ട് ടൈപ്സ് ഉണ്ടാവണം കോളേജുകൾ. അറ്റ്ലീസ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ. നടക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാം ഒറ്റയ്ക്കിരുന്ന് കോഴ്സൊക്കെ നോക്കി പഠിക്കാൻ പറ്റും. ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അപ്പം അത് നെഗറ്റീവാണ്. അത് ഫ്രം എ പ്രൊഫഷണൽ ആംഗിൾ. ഫ്രം എ സ്റ്റാർട്ടപ്പ് ആംഗിൾ ഡെഫിനറ്റ്ലി ഞാൻ സോൾവ് ചെയ്യാമെന്ന പ്രോബ്ലത്തിനെ കുറിച്ചൊരു പ്രോപ്പർ ധാരണ എനിക്ക് ഉണ്ടാവണം. അതെ, ക്ലിയർ ധാരണ. അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ഹാവ് സമ്മൺ ടു ഹെൽപ്പ് മീ ഡൂയിങ് ഇറ്റ്. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടാവണം. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാം. ഞാൻ തന്നെ ബിൽഡ് ചെയ്യണമെന്നില്ല സോഫ്റ്റ്വെയർ. എനിക്ക് വേണമെങ്കിൽ അത് പുറത്തൊരു IT കമ്പനി കൊടുക്കാം, അല്ലെങ്കിൽ എനിക്കൊരു കോഫൗണ്ടറെ അതിനുവേണ്ടി ഹയർ ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് എന്താണ് എൻ്റെ കമ്പനി ചെയ്യാൻ പോകുന്ന ധാരണയെങ്കിലും എനിക്കുണ്ടാവണം. അത് ഒന്നുകിൽ എനിക്കൊരു മെൻറ്റർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാനത് വർക്ക് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, എൻ്റെ പ്രോബ്ലം ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ അറിഞ്ഞൊരാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ പേ ചെയ്യും എന്നുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവേ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ സെനാരിയോയിൽ ലൈക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ 2026 ഇത്രയും സ്റ്റാർട്ടപ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കുട്ടികളിങ്ങനെ ഒരുപാടായിട്ട് വരുന്നു, അവിടെയൊക്കെ ഒരു മെൻറ്ററുടെ സ്പേസ് എന്താണ്? ലൈക്ക് യു സെഡ് ഏർലിയർ, ഇറ്റ്സ് എ മാൻഡറ്ററി ഈവൽ. ബിക്കോസ് എല്ലാ സ്കിൽ സെറ്റും നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ചിലപ്പം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര സൂപ്പറായിരിക്കും, പക്ഷേ മാർക്കറ്റിങ്ങിൽ നമുക്ക് അതിൽ എക്സ്പെർട്ടൈസ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ അടിപൊളിയായിരിക്കും, പക്ഷേ ടെക്നോളജി ഒരു CTOനെ എൻ്റെ ഒരു കോഫൗണ്ടറായിട്ട് വെക്കുമ്പോഴും അതൊരു സ്കെയിലബിൾ സൊല്യൂഷൻ ആവണമെന്നില്ല. ഒരു 100 യൂസേഴ്സിനെ വരെ കൊണ്ടുപോകാൻ പറ്റും. ഒരു 14 യൂസേഴ്സിനെ ആകുമ്പോൾ ചിലപ്പം പൊളിയാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഓൾറെഡി എക്സ്പേർട്ടായ വലിയ പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്ത് ഒരു ചെറിയ കമ്പനി മുതൽ വലിയ കമ്പനി ആക്കിയ ആൾക്കാരൊക്കെ നിർബന്ധമായിട്ട് നമ്മുടെ കൂടെ വേണം. കാരണം അറ്റ്ലീസ്റ്റ് ടു ടെൽ യു വാട്ട് യു ഡൂയിങ് റോങ്, എന്ത് മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ മിസ്റ്റേക്ക് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും. നമ്മളിപ്പോൾ പുതിയ ഒരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ? ഒരു മാൻഡേറ്ററി ഓപ്ഷനാണ് മെൻറ്റർ. അതൊരു പെയ്ഡ് മെൻറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രീ മെൻറ്റേഴ്സ് ആവാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. നിങ്ങളെ ആക്സസ് പോലെ ഇരിക്കും അത്. നമുക്ക് തന്നെ എല്ലാ സ്കിൽസ് ഉണ്ടാവണമെന്നൊരു ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റാർട്ടപ്പ് ഹാസ് മൾട്ടിപ്പിൾ സ്ട്രീംസ്. ഒരു R&D ഉണ്ടാവാം, ഒരു FMCG അല്ലെങ്കിൽ ഒരു ഫാർമ കമ്പനി R&D ഡിവിഷൻ ഉണ്ടാവാം, ഇനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കമ്പനി ആണെങ്കിൽ IT ഡിവിഷൻ ഉണ്ടാവും, ഗ്രോത്ത് കമ്പനി ഉണ്ടാവാം. ഈവൻ ദോ നമുക്കൊരു കോഫൗണ്ടർ ടെക്നോളജി ഉണ്ടെങ്കിലും അത് പ്രോപ്പറാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെക്നോളജിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മെൻറ്റർ വെക്കാം. കാരണം ചെറിയ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ IT കമ്പനി ആണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തെങ്കിൽ ചിലപ്പോൾ 100 ആൾക്കാരെ വരെ സ്മൂത്തായി പോകാൻ പറ്റും. പക്ഷേ 1000 ആൾക്കാർ എത്തുമ്പോഴത്തേക്ക് സാധനം സിസ്റ്റം പൊളിഞ്ഞ് ഫുള്ളായിട്ട് കൊള്ളാവും. പിന്നെ അവിടെ അധികം യൂസേഴ്സിന് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റം സ്ലോ ആവും. അതൊരു സ്കെയിലബിലിറ്റി, ഒരു ലാർജ് സ്കെയിലിൽ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ഒരാളുടെ ഒരു ഗൈഡൻസും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു അഡ്വൈസർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ഇഷ്യൂസ് ഫെയിൽ ആവാൻ ചാൻസ്. എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ മെൻറ്റേഴ്സിനും എല്ലാ കാര്യങ്ങളും കയറി ഇടപെടാൻ കഴിയും. ഒരു കാരണവശാലും ടെക്കി ആയിട്ടുള്ള ഒരു മെൻറ്റർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ മെൻറ്റർ ചെയ്യാൻ പറ്റുന്നത്. അതെ ലൈക്ക് പക്ഷേ ആ ഒരു കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ ലിഫ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വേറൊരു മെൻറ്റർ ആയിരിക്കും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഡിഫറെൻറ്റ് മെൻറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതോ? എനിക്ക് 2 സൈഡുണ്ട്. ഒന്ന്, ഞാനും മെൻറ്റർ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എം ഓൾസോ പാർട്ട് ഓഫ് സം കമ്പനീസ് ആസ് മെൻറ്റേഴ്സ് ഓർ അഡ്വൈസേഴ്സ്.
അവരെ പ്രൊഡക്റ്റും ഗ്രോത്തിലും മാത്രം അവരെ ഹെൽപ്പ് ചെയ്യുക. അവരെ പൊസിഷനിങ് കറക്റ്റാണോ, കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണോ, GTM ഓക്കെ ആണോ, അവർ വീക്ക്ലി മീറ്റിംഗ്സിൽ അവരെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അതൊരു സൈബർ സെക്യൂരിറ്റി ഫേം ഉണ്ട്, ഒരു ക്യാബ് കമ്പനി ഉണ്ട്, ഒരു ഹൈപ്പർ ലോക്കൽ കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഞാൻ സാധാരണ, എൻ്റെ കീ അതാണ്. ഒരു ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക, പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ എനിക്കും ഈ ഓപ്പറേഷൻസിൽ ഈ ലീഗൽ കാര്യങ്ങളൊക്കെ സഹായിക്കാനും പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അതേപോലെ മാർക്കറ്റിങ്ങിൽ സഹായിക്കാനുള്ള ആൾക്കാർ ഇതിന് മുമ്പുണ്ടായിരുന്നു. ടെക്നോളജിയിലും നമ്മളെ കുറച്ച് സൂപ്പർ സീനിയേഴ്സൊക്കെ എൻ്റെ CTO-ക്ക് റിവ്യൂ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ സിസ്റ്റം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും കൊണ്ടുനടക്കേണ്ടതാണ് ഈ മെൻറ്റേഴ്സ് എന്നുള്ളൊരു ആൾക്കാരത്. പക്ഷേ പലപ്പോഴും അത് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്സുകൾ അത് അങ്ങനെ അങ്ങോട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും വലിയൊരു അതെ അത് വിചാരിക്കുന്നത് വലിയ കോസ്റ്റ്ലി ആണോ എന്നുള്ളൊരു പേടിയാവാം സ്റ്റാർട്ടപ്സിന്. ഇവരൊക്കെ ഞാനിപ്പോൾ ഒരു പെയ്ഡ് മെൻറ്റർ എടുക്കാനുള്ള അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഇക്വിറ്റി കൊടുക്കാം, അവിടെ എനിക്കൊരു ചെറിയ ESOP പൂൾ കൊടുക്കാം, ഒരു 1%-2% കൊടുക്കാം. എൻ്റെ ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു, മൂപ്പര് 150-160 CR $1 million മൂപ്പര് കമ്പനി എക്സിറ്റ് ചെയ്തത്. വലിയൊരു ഫേമായിരുന്നു BFSI. ഞങ്ങളൊരു സർട്ടൻ പെർസെൻറ്റേജ് ആൾക്ക് ഒരു ഇക്വിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് കൊടുത്തിട്ടുണ്ട്. അത് സർട്ടൻ കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇത് ഇഷ്യൂ ചെയ്താൽ മതി. നല്ല കണ്ടീഷൻസ് വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ നിങ്ങളൊരു 1 CR ഞാൻ ടച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു 3% അല്ലെങ്കിൽ 5%, 10% ഷെയർ എനിക്ക് കിട്ടും എന്നുള്ളതിൽ അവിടെ ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് എല്ലാം വരുന്നുണ്ട്. ബോത്ത് ആർ ബെനിഫിറ്റഡ്. കാരണം ഒരു അഡ്വൈസറിനും ബെനിഫിറ്റ് ഉണ്ട്, ഒരു ലോങ് ടേമിലൊരു ഷെയർ ടാർഗറ്റും ആണ്, അതൊരു ലോങ് ടേം ബെനിഫിറ്റും ആണ്. കാരണം ഇത് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ 1% ഈക്വൽ ടു ഫ്യൂച്ചറിൽ CR ആവാം, മില്യൺസ് ആവാം. ബോത്ത് ഇങ്ങനത്തെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, ഇപ്പോൾ ബിസിനസ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് സബ്ജക്റ്റാണ് SaaS എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. സോ വാട്ട് ഈസ് എക്സാക്ട്ലി SaaS ഈസ്? സോ SaaS എൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. നോർമലി നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, നമ്മളിത് ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അതിൻ്റെ പൈസ വാങ്ങുന്നു, വി ആർ ഡൺ വിത്ത് എ ജോബ്. നമ്മൾ പ്രത്യേകിച്ച് അതിൽ ഒന്നും എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്നില്ല. ആ സോഫ്റ്റ്വെയർ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാം. SaaS ഈസ് ഓൾ അബൌട്ട് റെൻറ്റിങ് എ സോഫ്റ്റ്വെയർ. ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബില്ലിംഗ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് വിൽക്കുകയല്ല, അതിന് പകരം ക്ലൗഡിൽ സ്റ്റോർ ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി തരികയാണ്. നിങ്ങളതിൽ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അതിൻ്റെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാവും. ഒരു പെർ യൂസറോ അല്ലെങ്കിൽ ഒരു പെർ സ്റ്റോറേജ് ആവാം, അല്ലെങ്കിൽ ഒരു 1 ടൈം കോസ്റ്റ് ആവാം. റെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ മെയിനായിട്ടുള്ളൊരു കോർ ഡിഫറൻഷ്യേറ്റർ. ഇതിൻ്റെ 2 ഭാഗത്തുള്ളൊരു ബെനിഫിറ്റ്സ് ഇതാണ്. 1, നിങ്ങളൊരു മെയിൻ്റനൻസിനെ കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യമില്ല. കാരണം ഇത് കണ്ടിന്യൂസ്ലി ഈ കമ്പനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ടെക്നോളജി വരുമ്പോൾ അതിൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയൊരു മൊബൈൽ ഡിവൈസ് വരുമ്പം ആ മൊബൈൽ ഡിവൈസിൻ്റെ കമ്പാറ്റബിലിറ്റി കമ്പനി തന്നെ ഹാൻഡിൽ ചെയ്തോളും. ബഗ് ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്തോളും. സൈബർ സെക്യൂരിറ്റി, നിങ്ങളുടെ ഡാറ്റ സെക്യൂർഡ് ആണോ, അത് കമ്പനി, ഇതിനൊന്നും നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻഡ്. ഒരു SaaS കമ്പനിക്കൊരു ഡെവലപ്പേഴ്സ് ഉണ്ടാവാം, ടെസ്റ്റേഴ്സ് ഉണ്ടാവാം, ഡിസൈനേഴ്സ് ഉണ്ടാവാം, QA ഉണ്ടാവാം. ഇതിൻ്റെ പ്രഷറൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യം. നിങ്ങളത് യൂസ് ചെയ്യുന്നതിന് പൈസ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് മെയിനായിട്ട് മാർക്കറ്റിംഗ് പാർട്ട്. ഇസ് ഓൾസോ നൺ ഓഫ് യുവർ ജോബ്. ബിക്കോസ് നിങ്ങൾ എന്തിനാണോ അത് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ERP ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ERP ആയിട്ട് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് മൈ ജോബ് ടു സെൽ ഇറ്റ്. ഞാനത് സെല് ചെയ്യുന്നു, ഞാനത് അതിൻ്റെ അടുത്ത കസ്റ്റമേഴ്സിന് അതിൻ്റെ റവന്യൂ വാങ്ങുന്നു, ഞാനത് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് SaaS ആയിട്ട് പോകുക. ആൻഡ് ഇവിടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളൊരു ബാങ്കിങ് ആണെങ്കിൽ നിങ്ങളെ പ്രോബ്ലം എന്താണോ അത് ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്തായിരുന്നു ഒന്ന് എൻഹാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ബാങ്കിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് പറയാം, ഇന്ന പ്രോബ്ലംസ് ഞാൻ ഇന്ന ബാങ്കിന് സോൾവ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് യു ഓൾസോ ഹാവ് ദ സെയിം പ്രോബ്ലം, യു ക്യാൻ യൂസ് ഇറ്റ്. യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൊല്ലം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐ ഓൾറെഡി ഹാവ് ഇറ്റ് ബിൽഡ്. ഉണ്ടാവും. പക്ഷെ അവരെ മെത്തഡോളജി ഡിഫറെൻ്റ് ആവാം, അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന ഡിഫറൻസ് ആവാം, അവരുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആവാം. പക്ഷേ ആസ് എ സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രന്യൂർ ഇറ്റ് ഈസ് എ ഡ്യൂപ്ലിക്കേഷൻ. പ്ലസ് യുവർ കസ്റ്റമർ ഇസ് ബിൽഡിംഗ് യുവർ സോഫ്റ്റ്വെയർ, നോട്ട് യു. കസ്റ്റമറിൻ്റെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കസ്റ്റമറിൻ്റെ അഡ്വാൻറ്റേജ് അവർ ഫുള്ളായിട്ട് ക്രോസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് SaaS ഇൻ ഇന്ത്യ? ലൈക്ക് നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്ത് വി ആർ ലൈക്ക് ഭയങ്കരമായിട്ട് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൽ അഗ്രഗണ്യന്മാരാന്ന് തോന്നുന്നു ഇന്ത്യൻസ് അല്ലേ? സോ നമ്മുടെ ഇന്ത്യൻ സെനാരിയോയിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ്? ഇറ്റ് ഈസ് ബിക്കം എ ഹബ് ആക്ച്വലി. ഒരുപാട് SaaS കമ്പനീസ് ഉണ്ട് ഫ്രം ഇന്ത്യ, ആൻഡ് ദർ ഓൾ $1 million കമ്പനീസ്. ഫ്രഷ് വർക്ക്സ് ഒക്കെ ദേ ആർ ടോപ്പ് നോച്ച് കമ്പനീസ് വിച്ച് ഈസ് അവിടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ചെന്നൈ ബേസ്ഡ് കമ്പനീസാണ്. സോഹോ അറിയാം, സോഹോ ഒക്കെ SaaS കമ്പനീസാണ്. അവർ ഒരു രൂപ പോലും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ തന്നെ $1 million കമ്പനീസ് ആയതാണ്. ദി ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ഇസ് നമ്പർ 1
ആൾക്കാർ നമ്മളെ കിട്ടും. ഇവിടുത്തെ റിസോഴ്സ് അവൈലബിലിറ്റി ഈസ് ഗുഡ്. ഒരുപാട് എഞ്ചിനീയേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ടാലൻറ്റ് സപ്ലൈ ഇസ് വെരി ഗുഡ്. കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇസ് പ്രിറ്റി ലെസ്. നമുക്ക് അവിടുത്തെ പോലെ 100K ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആൾക്കാരെ കിട്ടാൻ. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദി നമ്പർ ഓഫ് പ്രോബ്ലംസ് ആർ ഓൾസോ ബിഗ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓഫ് ദ ക്രൗഡ് ആൻഡ് കൾച്ചറൽ ഡിഫറൻസ് ആൻഡ് ഓൾ ദസ് തിങ്. ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻ നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാനും നമുക്ക് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ആൻഡ് ദിസ് ഈസ് ദി 3 ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ബാക്കിയുള്ള സ്റ്റാർട്ടപ്സും എക്കോ സിസ്റ്റം ഇസ് ഓൾസോ ദർ ഇസ് എക്കോ സിസ്റ്റം ലൈക്ക് കേരള സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റീസ് ഓർ നാസ്കോം കമ്മ്യൂണിറ്റി എക്സെട്ര. ദർ ഇസ് ഇനഫ് community ecosystem to help us and we are also a part of it. ഞങ്ങൾ കർണാടക ഗവൺമെൻറ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 വയസ്സ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വി ക്ലോസ് ടു മോർ ദാൻ 20-30 lakhs was granted to Toolyt because of the work we were doing. There is enough ecosystem to help you build solutions like this. അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണോ അതോ ഇനി വെരി മച്ച് ഇറ്റ്സ് എ $1 billion ഇൻഡസ്ട്രി. ഫ്യൂച്ചർ ഉണ്ടോ ഇനി? ഒരുപാട് ഇനിയാണ്. ഇപ്പോഴാണ് ഒരുപാട് ബൂം ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് കേരളത്തിലൊക്കെ ഇപ്പോഴാണ് ഒന്നുകൂടെ ഒരുപാട് സാസ് കമ്മ്യൂണിറ്റീസൊക്കെ എനിക്ക് ഐ ഓൾസോ ഹേർഡ് ദർ ഇസ് എ കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് ഓൺ ദ സാസ് ഡിസ്കഷൻസ്. കേരളത്തിലൊക്കെ പുറത്തൊക്കെ നേരത്തെ ഉണ്ട്. ഇവിടെ ഒന്നുകൂടെ ബൂം ചെയ്ത് ഒരുപാട് സാസ് സ്റ്റാർട്ടപ്സ് കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. ഫിനാൻഷ്യലാണെങ്കിലും നോൺ ഫിനാൻഷ്യലാണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ സംസാരിക്കണോ സ്റ്റാർട്ടപ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യണോ എന്നൊക്കെ. ഞാനൊരു ഓപ്പൺ ചാലഞ്ച് തരാൻ പോവാം. ഓക്കെ ക്യാൻ യു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്? ഞാനൊരു ട്രെയിനറാണ്. കഴിഞ്ഞൊരു 22 years ആയിട്ട് ഞാൻ ട്രെയിനറാണ്. അത്യാവശ്യം വിസിബിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഐ ഹാവ് മൈ ഓൺ ഒരു ടാർഗറ്റ് ഓഡിയൻസ്. ബട്ട് ഇപ്പോഴും ഞാൻ ടെക്നോളജിയെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ്. ലൈക്ക് എൻ ഓൾഡ് സ്കൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ലൈക്ക് സ്റ്റിൽ ഐ ആം എന്താ പറയുക, ഞാൻ തന്നെ പോകുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിട്ടുണ്ണി സർക്കസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നു, ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് 3 വേർട്ടിക്കൽസ് ആണുള്ളത്. ലൈക്ക് ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ട്രെയിനിങ് ഒരു വേർട്ടിക്കലാണ്. മോട്ടിവേഷണൽ ക്ലാസ്സുകൾ, സ്പീച്ചുകൾ, കീനോട്ട് കൊടുക്കുക, അങ്ങനെയുള്ള അതൊരു വേർട്ടിക്കലായിട്ട് പോകുന്നുണ്ട്. ദെൻ ഹാർഡ് കോർ ട്രെയിനിങ് പ്രോഗ്രാംസിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ടീം ബിൽഡിംഗ് ആയാലും സെയിൽസ് ആയാലും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസുകളായാലും ഇതൊക്കെയാണ് ഇതാണ് പ്രവീൺ ചിറയത്ത് എന്ന് പറയുന്ന ഒരാൾ. ഇതിനെ എങ്ങനെ നമുക്കൊരു IT പ്രോഡക്റ്റായിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടപ്പായിട്ട് എടുക്കുവാണെങ്കിൽ? സോ ഇവിടെ ഒരു യുണീക്ക് ഫാക്ടർ ഇസ് മിസ്റ്റർ പ്രവീൺ. നിങ്ങളാണ് അതിൻ്റെ ഒരു ഫേസ്. നിങ്ങളെ കാണാൻ ആൾക്കാർ വരും. നിങ്ങളിന്ന് ട്രെയിനിങ് കിട്ടാണ് ഈ സ്റ്റുഡൻസ് ഒക്കെ വരുന്നത്. സംതിങ് ദാറ്റ് ഈസ് നോട്ട് റീപ്ലേസബിൾ ഇസ് യു. ഇത് നിങ്ങളെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഒരു 10 കോപ്പി ഓഫ് പ്രവീൺ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കോഴിക്കോടും തിരുവനന്തപുരം ഒരേ സമയത്ത് പോയി ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ക്രിയേറ്റ് എ വെർച്വൽ പ്രവീൺ. ദർ ഇസ് എ കമ്പനി കോൾ സ്റ്റോറി ലൈൻ. സ്റ്റോറി ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് നിങ്ങൾ അവതാർ ഉണ്ടാക്കിയതിന് ശേഷം ആ അവതാർ റിയൽ ടൈമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ട്രെയിൻ ചെയ്ത് മറുപടി കൊടുക്കും. അതേപോലെ യു ക്യാൻ ഹാവ് റിയൽ അവതാർസ് വിച്ച് ആർ ഓൺലൈൻ ജസ്റ്റ് ലൈക്ക് യു. നിങ്ങൾ എന്തൊക്കെയാണോ സാധാരണ ടീച്ച് ചെയ്യാറ് അതിൻ്റെ ഒരു ക്രോണോളജി, അതിൻ്റെ ഒരു മോഡുലേഷൻസ്, സ്റ്റോറികളൊക്കെ ഈ അവതാറിനെ ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദ സെയിം അവതാർ ക്യാൻ ഡു ദ ട്രെയിനിങ് ജസ്റ്റ് ലൈക്ക് യു. അപ്പോൾ നിങ്ങൾക്കൊരു 100 സ്റ്റാൻഡേർഡ്സ് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ബുക്കും ചെയ്യാം. ഓൾറെഡി AI ക്യാൻ ഡു ഇറ്റ്. AI ഈസ് ഡൂയിങ് ഇറ്റ്. സെയിൽസിനൊക്കെ ചെയ്യുന്നുണ്ട്. ആ സെയിം സൊല്യൂഷൻ സെയിൽസ് സാധാരണ ഞാൻ പോയി പിച്ച് ചെയ്യുന്നതിന് പകരം എൻ്റെ ഒരു അവതാർ പോയി പിച്ച് ചെയ്യാറുണ്ട്. ആ അവതാറിനോട് ഞാൻ വോയിസിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചോദ്യങ്ങൾ ചോദിക്കും, അവതാർ അപ്പം തന്നെ തിരിച്ച് ആൻസർ തരും. There is solution happening. This can be used for training also. And you can sell it also. You don't have to keep it for yourself. You can sell it to large companies. You can give it to corporates. Corporate training in 1 hour digital avatar of Praveen will cost you 10,000 rupees. Physical will cost you 10 lakhs rupees. But you can get 1,000 at the same time. No? 100 കമ്പനീസിൽ വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിജിറ്റൽ അവതാറിന് പോയിട്ട് വേണം ട്രെയിനിങ് ചെയ്യാൻ പറ്റും. സോ ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദാറ്റ്. ഇത് യു നീഡ് ടു ഐഡൻറ്റിഫൈ, സീ ഹൗ ഇറ്റ് വർക്ക്സ്, ഹാവ് സ്കിൽഡ് പീപ്പിൾ ആൻഡ് ഓൾ.